ഇത് ജനുവരി 17-ാം തീയതിയത്തെ വീഡിയോ ആണ് കേട്ടോ. ഇന്ന് ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി ദിവസമാണ്. രാവിലെ എണീച്ച പാടെ നേരെ കിച്ചണിലോട്ടാണ് വന്നത്. വെഡിങ് ആനിവേഴ്സറി പ്രമാണിച്ച് ഇന്ന് വീട്ടിൽ നിന്ന് എല്ലാവരും വരുന്നുണ്ട്. ആദ്യമായിട്ടാണ് ഞാൻ ഇത്രയും പേർക്കുള്ള ബിരിയാണി ഒറ്റയ്ക്ക് വെക്കുന്നത് കേട്ടോ. അതിൻ്റെ ഒരു ടെൻഷൻ പിടിച്ചുള്ള പണിയിലാണ് ഞാൻ. ബിരിയാണി പണിയൊക്കെ ഒന്ന് ഏകദേശം ഒതുക്കി വെച്ചതിന് ശേഷമാണ് ബ്രേക്ക്ഫാസ്റ്റിനെ കുറിച്ച് പോലും ഞാൻ ചിന്തിച്ചത് കേട്ടോ. ഒരു 11:30-12 മണിയായപ്പോൾ താത്തയും ഇതുമ്മും നീനും അലയൊക്കെ എല്ലാവരും വന്ന ഉടനെ എല്ലാവരും നമ്മുടെ കുട്ടപ്പന്മാരോടാണ് കേട്ടോ ആദ്യം തന്നെ മിണ്ടണത്. പിന്നെ താത്ത പറഞ്ഞു, ഞാനും നീനും ലിയോയും 3 ആളും ഒരേ കളർ കോഡിലാണല്ലോ എന്ന്. ബ്ലാക്ക് ആൻഡ് ബ്ലാക്ക്. ലിയോ പറയണത് നമ്മുടെ പട്ടിക്കുട്ടനാണ് കേട്ടോ. എല്ലാവരും വന്ന പാടന്നെ നീ ഏറ്റെടുത്ത ബിരിയാണിപ്പണി എന്തായി എന്നാണ് ചോദിക്കുന്നത്. ഞാൻ സാധാരണ എന്തെങ്കിലുമൊക്കെ ഫംഗ്ഷൻ വരുമ്പോൾ എല്ലാം പുറത്തുനിന്ന് ഓർഡർ ചെയ്യാറാണ് കേട്ടോ പതിവ്. അതാണ് എല്ലാവർക്കും ഇത്ര എക്സൈറ്റ്മെന്റ് എനിക്കും. ഇത് താത്ത വരുമ്പോൾ കൊണ്ടുവന്ന കുറച്ച് സ്വീറ്റ്സ് ആണ്. ഞാൻ ഒറ്റയ്ക്ക് തിന്നും തീർക്കും എന്നുള്ളൊരു ചെറിയ പേടിയുള്ളതുകൊണ്ട് തന്നെ ഒരു നല്ല പാത്രത്തിലാക്കിയിട്ട് ഞാൻ എല്ലാവർക്കും കിട്ടുന്ന രീതിയിൽ തന്നെ വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞപ്പോൾ ഒരാൾ ഒരു കേക്ക് കൊണ്ടു തന്നെ. അതെന്താണെന്നുള്ളത് അന്തം വിട്ട് നിൽക്കുമ്പോഴാണ് ഇത് വെഡിങ് ആനിവേഴ്സറി പ്രമാണിച്ച് ചെമ്മണ്ണൂർ ജ്വല്ലേഴ്സ് എന്ന് ഞങ്ങൾക്കുള്ള ഗിഫ്റ്റാന്ന് പറഞ്ഞത് കേട്ടോ. അതൊരു ചെറിയ സർപ്രൈസായി. ഇനി ഇപ്പം എല്ലാവരും വരുമ്പോഴത്തേന് ഈ കൂതൽ ലുക്കൊന്ന് മാറ്റാന്ന് വിചാരിച്ചിട്ട് ഞാനൊരു ചുരിദാർ അങ്ങോട്ട് എടുത്തിട്ടു. ഡ്രസ്സ് ചേഞ്ച് ചെയ്യണതിൻ്റെ ഇടയിലാണ് ഉമ്മ വന്നത്. ഉമ്മാനെ ഞാൻ കാണാൻ നേരെ അടുക്കളയിലേക്ക് വന്ന് നോക്കിയാൽ മതി കേട്ടോ. പിന്നെ എനിക്ക് ഇച്ചിരി പണികൾ കൂടെ ഉണ്ടായിരുന്നു. അതൊക്കെ പിന്നെ ഇമ്മ അങ്ങോട്ട് ഏറ്റെടുത്തിട്ടുണ്ട്. നിന്നിട്ട് സൂപ്പറായിട്ട് സുന്ദരനായി വന്നിരിക്കണം കേട്ടോ. ഇമ്മ വരുമ്പോഴും നല്ല മധുരമാണ് കൊണ്ടുവന്നിട്ടുള്ളത്. പ്രത്യേകിച്ച് സുജിക്ക് കുറച്ച് മധുരത്തിനോടാണ് താല്പര്യം എന്നുള്ളതുകൊണ്ടാണ് എല്ലാവരും മധുരം കൊണ്ടുവരുന്നത് കേട്ടോ. അതൊക്കെ ഉമ്മ ഉണ്ടാക്കിയതാണ്. അങ്ങനെ വിശ്വവിഖ്യാതമായ ദമ്മ് പൊട്ടിക്കാനുള്ള പുറപ്പാടിലാണ്. നീനുട്ടിക്ക് 2 മണിക്ക് ഡ്യൂട്ടി ആയതുകൊണ്ട് തന്നെ നേരെ അവള് കഴിച്ചിട്ട് അങ്ങനെ വേഗം പോവുകയാണ് ചെയ്തത്. ആ സമയത്ത് എല്ലാവരും കഴിച്ച് ഇച്ചിരി കഴിച്ചു നോക്കി നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോഴാണെങ്കിൽ ശരിക്കും പറഞ്ഞ ശ്വാസം നേരെ വീണത്. വെഡിങ് ആനിവേഴ്സറി പ്രമാണിച്ച് സുജി എനിക്ക് ഗിഫ്റ്റ് തന്നത് ഒരു മൂക്കുത്തിയാണ് കേട്ടോ. അതുകൊണ്ടാണ് ഈ മൂക്കുത്തി ഞാൻ അഴിച്ച് പുതിയതങ്ങോട്ട് ഇടാന്ന് വിചാരിച്ചു. മൂക്കുത്തി അഴിക്കാൻ ഭയങ്കര ഈസിയായിരുന്നു, പക്ഷെ ഇടാൻ ഭയങ്കര ടൈം എടുത്തിട്ടാണ് കേട്ടോ. അങ്ങനെ ആ ഒരു ടൈമിലാണ് സുജി ഓഫീസിൽ നിന്ന് എത്തിയത്. ഇനി 2 ആളും കൂടെ എത്താനുണ്ട്. അപ്പോൾ അങ്ങനെ വെയിറ്റ് ചെയ്ത് ഇങ്ങനെ സമയം കളയാണ് കേട്ടോ. അപ്പോൾ ഇതാ ലാസ്റ്റ് ഹണി അൻസാറും കൂടെ അങ്ങോട്ട് എത്തി. പിന്നെ 2 മിനിറ്റ് സംസാരിച്ചതിന് ശേഷം വേഗം തന്നെ ഫുഡിൻ്റെ കർമ്മങ്ങളിലേക്ക് കടന്നിട്ടുണ്ട്. കാരണം 2:45, 3 മണിയൊക്കെ ആയിട്ടുണ്ട്. അങ്ങനെ ബിരിയാണീൻ്റെ കൂടെ ചിക്കൻ പൊരിച്ചതും കല്ലുമ്മക്കായ പൊരിച്ചതും കൂടെ ഒരു ഭംഗിക്ക് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങളെല്ലാവരും ഫുഡൊക്കെ കഴിച്ചതിന് ശേഷമാണ് ഞങ്ങൾ കേക്ക് കട്ട് ചെയ്യാൻ ഒരുങ്ങിയത് കേട്ടോ. ഇതാണ് ഞങ്ങൾ വാങ്ങിയിട്ടുള്ള കേക്ക് കട്ട് ചെയ്ത് ഞാൻ ആദ്യം സുജിക്ക് കൊടുത്തതിന് ശേഷം കുട്ടിപ്പട്ടാളങ്ങൾക്ക് മൊത്തത്തിൽ അങ്ങോട്ട് കൊടുത്തു. എല്ലാവരും ക്യൂ നിൽക്കുകയായിരുന്നു. അടിപൊളി ടേസ്റ്റുള്ള കേക്കാണ് കേട്ടോ. അതൊരു മിൽക്ക് കേക്കാണ്. അതിനുശേഷം എല്ലാവരും കേക്കും എല്ലാവരും കൊണ്ടുവന്ന സ്വീറ്റ്സും എല്ലാം കഴിച്ചിട്ട് കിളി പോയി സംസാരിച്ചിരിക്കുകയായിരുന്നു. സമയം പോയതേ അറിഞ്ഞില്ല. അങ്ങനെ ഒരു 6-6:30 മണിയായപ്പോൾ എല്ലാവരും ഓരോരുത്തർ പോവാണ് കേട്ടോ.